ഫാഗ്സിനി വാജിർനി, അതുകൊണ്ട് എന്നെ സഹായിക്കണം നബിയെ. വാജിർനി, എന്നെ രക്ഷിക്കണം നബിയെ. യാ മുജീറു മിനസ്സഈർ, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവരെ, അല്ലെങ്കിൽ മിനസ്സഈർ, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവരെ. നരകത്തേക്കാൾ വലിയതൊന്നുമില്ലല്ലോ. അതിൽ നിന്ന് രക്ഷിക്കുന്നവരെ എന്നെ എല്ലാ രംഗത്തും സഹായിക്കും, എന്നെ എല്ലാ രംഗത്തും രക്ഷിക്കണം, നരകത്തൊന്നും രക്ഷിക്കണം. യാ ഗിയാസി, എന്റെ സഹായിയായവരെ. യാ മലാദി, എന്റെ അഭയമായവരെ. ഈ മുലിമാത്തിൽ ഉമൂർ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, എനിക്ക് താങ്ങാനാകാത്ത വിഷയങ്ങൾ എന്നിൽ വന്നണയുമ്പോൾ എനിക്കുള്ള അഭയമായവരെ, എന്റെ സഹായിയായവരെ. ഫാസഅബ്ദുൻ, തങ്ങളുടെ അടിമയായി ജീവിച്ചവൻ വിജയിച്ചു പോയി. ഫാസഅബ്ദുൻ, ഒരു അബ്ദുൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ അബ്ദായി ജീവിച്ചവൻ. മഹാനായ യൂസുഫ് നബഹാനി പറഞ്ഞു, ഞാൻ അബ്ദുഹു, ഞാൻ നബി തങ്ങളുടെ അടിമയാണ്. വഅബ്ദു അബ്ദിഹി, അടിമയുടെ അടിമയാണ്. വഅബ്ദു അബ്ദിഹി, വഅബ്ദു അബ്ദിഹി, വഅബ്ദു അബ്ദിഹി, വഅബ്ദു അബ്ദി അബ്ദിഹി മിൻ ഗൈരി ഇന്തിഹായി. അറ്റമില്ലാത്ത ലാസ്റ്റിലെ അടിമ ആരാണോ ആ അടിമയുടെ അടിമയാണ് ഞാൻ. ഇതാണ് ആശിഖീങ്ങളുടെ പ്രയോഗം. ഫാസഅബ്ദുൻ, അല്ലാഹുവിന്റെ അടിമ എന്നർത്ഥം പറയാം അവിടെ. പക്ഷേ ഇതിനോട് യോജിപ്പ് നബിന്റെ അടിമ എന്നതാണ്. മുത്തനബിന്റെ അടിമ വിജയിച്ചു പോയി. അവിടെ സഈദ അബ്ദുൻ എന്ന് ചില നുസ്ഖയിൽ കാണാം. ആ നുസ്ഖയെ പരിഹസിക്കുന്ന വിദ്യാർത്ഥികാരുണ്ട്. കാരണം സഈദ എന്ന് പറയുമ്പോൾ ട്യൂണക്കുകയില്ല എന്നാണ് അയാൾ പറയുന്നത്. ഞാൻ കേട്ടു. അയാൾക്ക് തലയില്ലാത്തതുകൊണ്ടാണ്, ട്യൂൺ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് സഈദ എന്ന് പറയുന്നതുകൊണ്ട് ഒരു പാട്ട് കാണൂല. ഐനിന് സുകൂൻ ചെയ്തുകൊണ്ട് വായിക്കേണ്ടതാണ് സഅദ അബ്ദുൻ. അപ്പൊ ഫാസ അബ്ദുൻ എന്നിനും ഒരുപോലെയാണ് അതിന്റെ സ്ഥാനം. വിജയിച്ചു. ഫാസ അബ്ദുൻ, മുത്തനബിയുടെ അടിമയായവൻ വിജയിച്ചു. ഖത്തമല്ല, എങ്ങനത്തെ അടിമയാണ്? ഖത്തമല്ല, നബിയുമായി സംഭാഷണം പങ്കിടാൻ കഴിഞ്ഞവൻ. ഒന്ന് സംസാരിക്കാൻ ഒരു ചാൻസ് തരണം നബിയെ. നമ്മൾ അതിനൊക്കെ ആഗ്രഹിക്കണം. അതിനൊന്നും പറ്റിയവരല്ല നമ്മളെങ്കിലും ആഗ്രഹിക്കണം. അല്ലാഹു വലിയവനാണ്, മുത്തനബിയുടെ കൃപ വിശാലമാണ്. വഞ്ചല അൻഹുൽ ഉമൂം, അവന്റെ എല്ലാ ദുഃഖങ്ങളും അതോടുകൂടെ നീങ്ങിപ്പോകുന്നതാണ്. ഏതൊരു അബദിനോടും നബി തങ്ങൾ തമല്ലിയായാൽ ദൂനക തമല്ലി എന്ന് പറഞ്ഞ പോലെ കിട്ടിയത് ചാൻസ് മുതലാക്കിക്കോ. വമാ ബൈനൽ ഹബീബിൽ യൗമ ഹാജിബ്, ഹബീബിനെ തൊട്ട് ഇന്ന് തടസ്സമില്ല എന്ന് പറഞ്ഞ പോലെ വഞ്ചല അൻഹുൽ ഹുമൂം, ആ അബദിനെ തൊട്ട് എല്ലാ ഹമ്മുകളും ടെൻഷനുകളും നീങ്ങിപ്പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചാൽ ഹമ്മുകൾ നീങ്ങുന്നത് ഫീക, തങ്ങളിലായിട്ട് നീങ്ങിപ്പോകുന്നതാണ്. യാ ബദറുൻ തജല്ല, യാ ബദറുൻ എന്ന് മുനാദ മുഫ്രദ മഅരിഫക്ക് ബൈത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതിന് തകരാറില്ല. യാ ബദറുൻ തജല്ല, പ്രകടമായ നബിയെ, എന്റെ ഹൃദയത്തിൽ പ്രകടമായ നബിയെ, ലോകത്ത് പ്രകടമായ ബദറെ, എന്റെ ഹൃദയത്തിൽ പ്രകടമായ ബദറെ. ഫലക്കൽ വസ്ഫുൽ ഹസീൻ, എല്ലാ സൽവിശേഷണങ്ങളും തങ്ങൾക്കാണുള്ളത്, ഒരാളെ പറയാനില്ല. ലൈസാസ്കാ മിൻകാസില, തങ്ങളെക്കാൾ വൃത്തിയായ ഒരാളെ പറയാനില്ല, തങ്ങളെക്കാൾ ശുദ്ധനായ ഒരാളെ പറയാനില്ല, തങ്ങളെക്കാൾ വലിയ ഒരാളെ പറയാനില്ല. ആദ്യം സുജൂദ് ചെയ്ത നബി തങ്ങളാണ്. ആദ്യം അലസ്തു ബി റബ്ബിക്കും എന്നതിന് മറുപടി പറഞ്ഞത് ബല എന്ന് പറഞ്ഞത് തങ്ങളാണ്. തങ്ങളെക്കാൾ ശുദ്ധരായ, ഉയർന്നവരായ, ശുദ്ധരായ, തങ്ങളെക്കാൾ അസ്കയായ ആരും തന്നെ ഇല്ല. അസ്ലൻ, തീരെ തന്നെ ഇല്ല. ഇല്ല എന്ന ഈ ആശയത്തെ ഞാൻ ഉറപ്പിക്കട്ടെ. അസ്ലൻ, ഒരു ഉറപ്പിക്കട്ടെ എന്നാണ് അതിന്റെ അത്തു. തീരെ തന്നെ ഇല്ല. യാ ജദ്ദൽ ഹുസൈൻ, ഹുസൈൻ തങ്ങളുടെ വലിയുപ്പ. ചില ആളുകൾ ഇത് ഷിയാക്കളുടെ പ്രയോഗമാണെന്ന് പറയാറുണ്ട്. അല്ല, ജദ്ദുൽ ഹുസൈൻ നബി തങ്ങളുടെ ലഖബലമാണ്. ചിലവര് അതിനുവേണ്ടി ചില അറബികൾ യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ, യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ എന്ന് ചൊല്ലി അതിന്റെ അടിയിൽ ആണ്ട് വീർക്കണാണ് വസിന്. ഹസനി എന്നതിന്റെ അടിയിൽ ചേർത്ത് കൊടുക്കാൻ ഒരു ചാൻസും ഇല്ല. യാ ജദ്ദൽ ഹസനൈനി എന്ന് പറയാനായിട്ട് വസിനൊക്കും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഹുസൈൻ റളിയല്ലാഹുവിന് നമ്മുടെ നേതാവാണ്. ഷിയാക്കൾ വേറൊരു കാലത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഹുസൈൻ റളിയല്ലാഹുവിനെ 100% ബഹുമാനിക്കണം. അത് ഷിയാക്കളുടെ സ്വഭാവമല്ല. നമ്മൾ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മദ്ഹ് പറയണം. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കണം. ഷിയാക്കളുടെ ശൈലിയല്ല എന്ന് മാത്രം. നിയ്യത്ത് കൊണ്ട് വ്യത്യാസപ്പെടുന്ന, അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മദ്ഹ് ചൊല്ലി മജ്‌ലിസ് ഉണ്ടാക്കലൊക്കെ സുന്നത്തായ കർമ്മങ്ങളാണ്. അതൊന്നും നിർത്തിവെക്കേണ്ട കേസുകളല്ല. വിദഅത്തിനോട് തുല്യമാകുന്ന സുന്നത്തുകൾ നിർത്തിവെക്കാൻ പാടില്ല എന്നാണ്. അതാണ് തുഹ്ഫയുടെയും മറ്റ് ഫിഖഹിന്റെ കിതാബുകളുടെ എല്ലാം അടിസ്ഥാനപരമായ തത്വം. അത് നിർത്തിവെക്കാൻ പാടില്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ പേരമോനായ ഹുസൈൻ തങ്ങൾ ആ നിലക്ക് സ്നേഹിക്കുകയും ഹുസൈൻ തങ്ങളുടെ വ്യക്തിത്വവും അവിടുത്തെ മഹത്വവും അവിടുത്തെ മർത്തബയും ഓർത്തുകൊണ്ട് ആ നിലക്കുള്ള മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നതാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയും. ഈ ഉമ്മത്തിനെ ഏറ്റവും വലിയ അപകടം പറ്റിയ ദിവസമായ കർബലയിലെ സംഭവം
സംഭവങ്ങൾ പറഞ്ഞ് ദുഃഖാചരണം നടത്തുന്നതാണ് ഷിയാക്കളുടെ പരിപാടി. അതിനാണ് അമലും ബിയാ ഹുസൈൻ എന്ന് പറയുന്നത്. അതിനെയാണ് പണ്ഡിതന്മാരെ എതിർത്തിട്ടുള്ളത്. യാ ജദ്ദൽ ഹുസൈൻ, ജദ്ദുൽ ഹുസൈൻ എന്ന് റസൂലുള്ളാഹിന്റെ ഒരു ലഖബാണത്. അത് പറയുന്നതിൽ യാതൊരു ഷിയായിസവും ഇല്ല. പറയുമ്പോഴേക്കും ഷിയാ ആകുന്നത് മുസീബത്താണ്. പത്തു യാ ജദ്ദൽ ഹുസൈൻ, ജദ്ദുൽ ഹുസൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അസ്കയായ ആരും തന്നെ ഇല്ലരെ തന്നെ ഹുസൈൻ തങ്ങളുടെ വലിയപ്പയായവരെ. ഹുസൈൻ തങ്ങൾ വലിയ മഹാനാണ്. സാദാത്തിന്റെ ഒരു വിഭാഗത്തിന് മുഴുവനും നേതൃത്വം കൊടുക്കുന്നത് ഹുസൈൻ തങ്ങളാണ്. അധിക സാദാത്തും ചെന്ന് മുട്ടുന്നത് ഹുസൈൻ തങ്ങളിലേക്കാണ്. ആ ജദ്ദ് ഒരു ജദ്ദ് തന്നെയാണ്. അല്ലാഹു സ്വല്ല, തങ്ങളെ മേൽ അല്ലാഹു തആല സ്വലാത്ത് ചെയ്യട്ടെ. ദായിമൻ, നിത്യമായിട്ടും തൂല ദുഹൂർ, ദഹ്റു ദുഹൂർ, നീണ്ട കാലങ്ങളിൽ സ്വലാത്ത് ചെയ്യട്ടെ.